ഈ വയനാട്ടിലേക്കാണ്. ലോകമെങ്ങും ഈ ഫുട്ബോൾ ആവേശം ഇങ്ങനെ അലയടിക്കുമ്പോൾ വയനാട് മീനങ്ങാടി വേങ്ങൂരിൽ വേറിട്ടൊരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയാണ്. ചെളി നിറഞ്ഞ പാടത്ത് നടക്കുന്ന മഡ് ഫുട്ബോൾ ടൂർണമെന്റിന് പിന്നിൽ പക്ഷേ ഒരു കണ്ണീരോർമ്മയുണ്ട്. ഫുട്ബോൾ മൈതാനത്ത് കുഴഞ്ഞു വീണ് മരിച്ച സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായാണ് 7 വർഷമായി ഈ ടൂർണമെന്റ് നടക്കുന്നത്. ഫുട്ബോൾ എന്നാൽ ജീവനായിരുന്നു അനീഷിന്. മീനങ്ങാടി വേങ്ങൂർ ഫുട്ബോൾ ക്ലബിന്റെ പ്രിയ താരം. 2019 നവംബർ 7 എറണാകുളത്ത് നടന്ന ഫുട്ബോൾ മത്സരത്തിനിടെ കുഴഞ്ഞു വീണ അനീഷ് പിന്നീട് ഉണർന്നില്ല. എന്നാൽ അനീഷിന്റെ ഓർമ്മകൾക്ക് ഇപ്പോഴും മരണമില്ല. പ്രിയ സുഹൃത്തിന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും മീനങ്ങാടി വേങ്ങൂർ FC സംഘടിപ്പിക്കുന്ന മഡ് ഫുട്ബോൾ ടൂർണമെന്റ് ഇത്തവണയും ആവേശപൂർവ്വം നടക്കുകയാണ്. ഫുട്ബോളിനെ ജീവനോളം സ്നേഹിച്ച അനീഷിന് സുഹൃത്തുക്കൾ നൽകുന്ന സ്നേഹ സമർപ്പണമാണ് ഈ മത്സരം. അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞ അനീഷിന്റെ ഓർമ്മകൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് എല്ലാവരും ഈ മഡ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഭാഗമാകാറുണ്ട്. വയനാട് ജില്ലയിലെ നാനാ ദിക്കിൽ നിന്നുള്ള ടീമുകൾ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുകയും ഈ ഓർമ്മകൾ പുതുക്കുകയും ചെയ്യുന്നുണ്ട്. മഴയൊഴിഞ്ഞു നിൽക്കുമ്പോഴും ആവേശത്തിന് മാത്രം ഒട്ടും കുറവില്ല. വയൽവരമ്പുകളും റോഡുകളും നിറഞ്ഞു കവിഞ്ഞ കാണികൾ. ആർപ്പുവിളികളോടെയും കയ്യടികളോടെയും കളിക്കാർക്ക് ആവേശം പകരുകയാണ്. ഇപ്രാവശ്യം വേൾഡ് കപ്പ് കൂടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഭയങ്കര ആവേശമായിട്ടാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എല്ലാ പ്രാവശ്യം മഴയുള്ള സമയത്താണ് ഇത് ഉണ്ടാവാറ്. ഇന്ന് കുറച്ച് വെയിലൊക്കെ കാണുന്നുണ്ട്. ഇന്നും നല്ല ഗംഭീരമായിട്ട് ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ മത്സരവും ഓരോ ഗോളും ഓരോ വിജയവും അനീഷിന്റെ ഓർമ്മകൾക്കുള്ള ആദരാഞ്ജലിയായി മാറുമ്പോൾ വേങ്ങൂരിലെ മഡ് ഫുട്ബോൾ മൈതാനം സൗഹൃദത്തിന്റെയും ഫുട്ബോളിനോടുള്ള ആവേശത്തിന്റെയും വേദിയായി മാറുകയാണ്. മാതൃഭൂമി ന്യൂസ്, വയനാട്. കമൽ നമ്മളോടൊപ്പമുണ്ട്. കമൽ, ഫുട്ബോളിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു അനീഷ്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണത് എല്ലാ വർഷവും ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് ആ നാടിന്റെ ഒരു ഒത്തൊരുമ കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഫുട്ബോൾ ആവേശവും കൂടി. എങ്ങനെ പോകുന്നു ടൂർണമെന്റ്? 7 വർഷമായി മീനങ്ങാടി വേങ്ങൂരിൽ ഈ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം എല്ലായിടത്തും ലോകകപ്പിന്റെ ആവേശമൊക്കെയാണ്. അപ്പോഴാണ് ഈ മഡ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. സാധാരണ നല്ല മഴയാകും ഈ സീസണിൽ, പക്ഷേ മഴയൊക്കെ മാറി ഇപ്പോൾ നല്ല വെയിലാണ് വയനാട്ടിൽ. അപ്പോഴും ആവേശത്തോടെ ഈ മഡ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുകയാണ്. ഈ അനീഷിൻ്റെ ഓർമ്മയ്ക്കായാണ് വേങ്ങൂർ ഫുട്ബോൾ ക്ലബ്ബ് ഈ ഒരു ടൂർണമെൻറ്റ് നടത്തുന്നത്. ഫുട്ബോളിനെ അത്രയേറെ ഇഷ്ടപ്പെട്ട ആളായിരുന്നു അവരുടെ സുഹൃത്ത് അനീഷ്. കളിക്കിടയിൽ മൈതാനത്ത് വെച്ചാണ് അനീഷ് ഈ ലോകത്തോട് വിടവാങ്ങുന്നത്. എറണാകുളത്ത് 2019 ഒരു കളിക്കിടെ കുഴഞ്ഞ വീഴുകയായിരുന്നു. അനീഷിൻ്റെ ഓർമ്മകൾ നിലനിർത്തുന്നത് ഫുട്ബോളിലൂടെ തന്നെ ആകണമെന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് അവർ ചേർന്ന് തൊട്ടടുത്ത വർഷം തന്നെ ഇങ്ങനെ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചത്. പ്രത്യേകിച്ച് മഴക്കാലത്ത് മഡ് ഫുട്ബോൾ ടൂർണമെൻ്റായി തന്നെയാണ് അത് നടക്കുന്നത്. വയനാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. അനീഷിനെ അറിയുന്ന നാടത് ഏറ്റെടുക്കുന്നുണ്ട്. ഫുട്ബോളിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട അനീഷിന്റെ ഓർമ്മകൾ ഫുട്ബോളിലൂടെ തന്നെ നിലനിർത്തണം എന്ന് തന്നെയാണ് സുഹൃത്തുക്കൾ തീരുമാനിച്ചത്. അത് എല്ലാ വർഷവും ഒരേപോലെ തന്നെ തുടർന്നു പോവുകയും ചെയ്യുന്നുണ്ട്.